പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്ക. ടിആർഎഫ് ലഷ്കർ ഇ തൈബയുടെ നിഴൽ സംഘടനയാണെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഈ ടിആർഎഫുമായി ബന്ധമില്ല എന്ന് ലഷ്കർ ഇ തൈബ പിന്നീടൊരു ഘട്ടത്തിൽ പറഞ്ഞിട്ടൊക്കെയുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ഈ പ്രഖ്യാപനം ഇന്ത്യക്ക് ഈ ഭീകരാക്രമണത്തിന്റെ അന്വേഷണമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന മുൻതൂക്കം എത്രത്തോളമാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഏപ്രിൽ 22-നാണ് 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അന്ന് ടിആർഎഫ് തന്നെ ഈ ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ ടിആർഎഫ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. പക്ഷേ പിന്നീട് കശ്മീരിലടക്കം ജനവികാരം എതിരായതോടുകൂടി ടിആർഎഫ് അത് മാറ്റിപ്പറയായിരുന്നു. കാരണം ഭീകരാക്രമണവുമായി ബന്ധമില്ല എന്നൊരു നിലപാടിലേക്ക് ടിആർഎഫ് എത്തുകയും ചെയ്തു. ഇപ്പോൾ ആക്രമണം നടന്ന ഏതായാലും 3 മാസത്തോട് അടുക്കുന്നു. ഈ ഘട്ടത്തിൽ അമേരിക്ക കൂടി ടിആർഎഫിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മാർക്കോ റൂബിയോ, അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി, തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ലഷ്കർ ഇ തൈബയുടെ നിഴൽ സംഘടനയാണ് ടിആർഎഫ്. മാത്രവുമല്ല, മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിലുണ്ടായത്. ടിആർഎഫ് ഇതുകൂടാതെ സുരക്ഷാ സേനകളെ അടക്കം ആക്രമിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങൾക്കടക്കം അവർ നേതൃത്വം നൽകിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ഉൾപ്പെടെ എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദേശീയ സുരക്ഷ ഉയർത്തിപ്പിടിക്കുന്നതിലും ഒപ്പം ഭീകരവാദത്തെ ചെറുക്കുന്നതിലും പഹൽഗാം ഭീകരാക്രമണത്തിൽ നീതി ഉറപ്പാക്കുന്നതിനും അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി ഇപ്പോൾ മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് നേട്ടമാണ്. കാരണം ഇന്ത്യ പല ഘട്ടങ്ങളിലായി ടിആർഎഫിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ യുഎന്നിലടക്കം സുരക്ഷാ കൗൺസിലടക്കം ഇന്ത്യ ഈ ആവശ്യം ഉന്നയിച്ചു. അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അമേരിക്കയുമായി ചർച്ച നടത്തുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ നമ്മൾ കണ്ടതാണ്, ഇത്തരത്തിൽ ദൗത്യ സംഘം വിവിധ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തിയ ദൗത്യ സംഘം ശശി തരൂരിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ആവർത്തിച്ചുന്നയിച്ച ആവശ്യമാണ് ടിആർഎഫിനെ ഇത്തരത്തിൽ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നുള്ളത്. ഏതായാലും ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് 3 മാസം പിന്നിടുമ്പോൾ അത്തരമൊരു തീരുമാനം ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലെ ഇടപെടലുകളുടെ വിജയമായി തന്നെ ഇതിനെ കാണുകയും ചെയ്യാം. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.